ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം ഒരു ദിവസത്തെ കാര്യങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടലക്കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു കടലക്കറിയാണ്. നല്ല കൊഴുകൊഴുത്ത കടലക്കറി, അതുപോലെ തന്നെ തേങ്ങയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നും പതിവ് പോലെ നമ്മുടെ അപ്പമാണ്. അപ്പം അതിന് ഉപ്പിട്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആയിട്ടുള്ള ഒരു ചേച്ചിനെ തൊടുപുഴ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, അപ്പം ഇങ്ങനെ ഇട്ട് ഇളക്കരുത് കേട്ടോ ശ്രുതി, ഒരുപാട് ഇട്ട് ഇളക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നമ്മളോട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു എന്നാ പറയണേ, ഒരുപാട് പരിചയമുള്ള ഒരു ആൾ സംസാരിക്കുന്ന രീതിയിലാണ്. അത്ര എനിക്കെന്തോ ഒരു ഭയങ്കര സന്തോഷം തോന്നി മനസ്സിന്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒത്തിരി ഇട്ട് ഇളക്കണ വേറെ ഒന്നുമല്ല, ഉപ്പ് കല്ല് പൊടിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഉപ്പ് പൊടിയാണെങ്കിൽ നമുക്ക് ഇത്ര ഇളക്കണ്ട, പക്ഷേ ഉപ്പ് കല്ല് പൊടിച്ചിട്ടാകുമ്പോൾ അതിന് ഇച്ചിരി തരിതരിപ്പ് കൂടുതലുണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അപ്പം കുമള വരിയലാണ്. അതായത് അതിൻ്റെ ഒരു ചുടുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇങ്ങനെ കുമ്പളായിട്ട് തന്നെ അത് വരികയില്ലാന്ന്. എന്തായാലും നല്ലൊരു അറിവായിരുന്നു, താങ്ക് യു. അപ്പോൾ ഇന്ന് കടലക്കറി ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കടല നമ്മൾ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്, എന്നിട്ട് നെക്കൊക്കെ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ നല്ല കറിയാണെങ്കിൽ നല്ലതെന്ന് പറയും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടുന്ന കറികൾ വളരെ ചുരുക്കമുള്ളൂ. അപ്പോൾ അത് ഇഷ്ടമാണെങ്കിൽ നല്ലതെന്ന് പറയും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കടലക്കറിയാണിത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇങ്ങനെ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ റെസിപ്പി അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാവും, ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. നമ്മളിതൊക്കെ അങ്ങനെ ചെയ്യാറുള്ളത്. ഈ ഒരു റെസിപ്പി ആദ്യമായിട്ട് ചാനലിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 2 മീഡിയം ടൈപ്പ് സവോള എടുക്കുക. 2 ചെറിയ സവോളയാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സവോള അത്യാവശ്യം ഉള്ളതാണ് ഈ കറിക്ക് ടേസ്റ്റ്, കാരണം നമ്മൾ തേങ്ങയൊന്നും ഇതിനകത്ത് ചേർക്കണില്ലല്ലോ. പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 8-9 അല്ലി വെളുത്തുള്ളി എടുക്കാം കേട്ടോ. സാധാരണ നമ്മളൊരു ചെറിയൊരു കഷ്ണം 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് സാധാരണ കടലക്കറിക്ക് ഇടുക. പക്ഷേ ഇതിനകത്ത് ഇച്ചിരി അധികം ഇടുന്നുണ്ട്. ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഓടി വരാം. അപ്പോൾ ഇതാ ചട്ടിക്കകത്ത് എണ്ണ ഒഴിക്കുക. എണ്ണയ്ക്കകത്തേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ഞാനും ഇടുവാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി സെപ്പറേറ്റ്, വെളുത്തുള്ളി സെപ്പറേറ്റ്, അങ്ങനെയൊക്കെ ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം. നമ്മൾ എളുപ്പപ്പണിയാണ്, അതെല്ലാം കൂടെ അങ്ങ് കൊട്ടി അങ്ങ് ഇട്ടു. സവാള ചെറുതായിട്ട് അരിഞ്ഞേക്കണം കേട്ടോ, നീളത്തിലല്ല അരിഞ്ഞേക്കണേ, ഒരു അത്യാവശ്യം ചെറുതായിട്ട് അരിഞ്ഞേക്കണേ. പിന്നെ ഇതൊന്ന് വഴന്ന് വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ കടലക്കകത്ത് ഉപ്പ് ചേർത്തുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. പിന്നെ കറിവേപ്പില ഇതിൻ്റെ കൂടെ ഇടണ്ട, ഞാൻ അറിയാണ്ട് 1-2 ഇട്ടു, ഇടണ്ട. കറിവേപ്പില പിന്നെയാണ് ചേർക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മളിത് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം. എല്ലാം അങ്ങ് തുറക്കത്തിലങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവണല്ലേ, ഒരു ചെറിയ സസ്പെൻസ് വേണ്ടേ. അപ്പോൾ അപ്പം ചുടുവാണ് കേട്ടോ. ഇന്നും അപ്പമാണ്. ഇവിടെ എല്ലാവർക്കും അപ്പം ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഒഴികെ കേട്ടോ. എനിക്ക് അപ്പം കഴിക്കണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നല്ല കറികൾ വേണം. ഒന്നുകിൽ കടലക്കറി വേണം, അല്ലെങ്കിൽ ഇറച്ചിക്കറി വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അപ്പം ഇഷ്ടമുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അപ്പം അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്ന് പറഞ്ഞാൽ അത് മതി, എങ്ങനെ ഏത് കറി കൂട്ടുമെങ്കിലും അവർ കഴിച്ചോളും. അപ്പോൾ അന്നേരത്തേക്ക് എന്താ മീൻകാരൻ വന്നു, ഇച്ചിരി മീൻ വാങ്ങിച്ചു. നല്ല ഒഴുക അല്ലെങ്കിൽ കൊഴുവ അല്ലെങ്കിൽ നത്തൂരി. അപ്പോൾ അത് അത്യാവശ്യം മുഴുത്ത മീനുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് വറക്കാം എന്ന് വെച്ചു. അപ്പോഴത്തേക്ക് എന്താ നമ്മുടെ കടലയല്ല സവോള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നന്നായിട്ട് വഴന്നു തന്നെ കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്നു തന്നെ, അല്ലെങ്കിൽ ഒരു പച്ചവേ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ ഇച്ചിരി നമ്മൾ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കണത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്. ഞാനിവിടെ നമ്മുടെ എരിവ് നല്ല 1-1.5 മുളക് പൊടി ആയിരുന്നു ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ.
പിന്നെ നമുക്ക് ഗരം മസാല മീറ്റ് മസാല, ചിക്കൻ മസാല അല്ല, ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് അത്ര പിടുത്തമല്ല, അതുകൊണ്ട് ഞാൻ മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ചപ്പുമണം മാറുന്നോളം വരെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് പച്ചപ്പുമണമൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നോളം വരെ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇനി ഇത് ഇളക്കിയിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് മിക്സിയുടെ ജാറിനകത്തേക്ക് മാറ്റി വയ്ക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞിട്ട് ഇത് അരയ്ക്കാവുള്ളൂ, ചൂടോടുകൂടി അരയ്ക്കരുത് കേട്ടോ. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിന് ശേഷം ചൂടുവെള്ളം, നമ്മൾ ആ കടല വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റ് വരത്തി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ അരക്കണതിൻ്റെ കൂടെ ഇച്ചിരി കടലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടല ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ കടല, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച കടല ഇച്ചിരി അങ്ങ് എടുത്തിട്ടാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് അരച്ചിട്ട് ചട്ടിക്കകത്തേക്ക് ഇടുക. എന്നിട്ട് നമുക്ക് കടല വേവിച്ചതിനെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ, കുറച്ചുകൂടി നിങ്ങൾക്ക് ചാറൊക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഈ കടലയും ഈ മസാലക്കൂട്ടും എല്ലാം കൂടി ഒന്ന് പിടിക്കട്ടെ. ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. ഈ വഴറ്റണ ഒരു പരിപാടിയേ ഉള്ളൂ. ആ വഴറ്റണ സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടികളൊക്കെ ചെയ്യുകയും ചെയ്യാം. നല്ല കൊഴുവെടുത്ത കറി കിട്ടും കേട്ടോ. വേണമെങ്കിൽ ഇതിലൂടെ തക്കാളി ചേർക്കാം. പക്ഷേ തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് തക്കാളിയും കൂടെ വഴറ്റി ചേർക്കാം. എനിക്ക് തക്കാളിയുടെ ടേസ്റ്റ് അത്ര പിടുത്തമല്ല, എന്നുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ അത് കടലക്കറി ഇതിങ്ങനെയാണ് ഉണ്ടാക്കണം കേട്ടോ. തക്കാളി ചേർക്കുന്നവരുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. എന്തായാലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ആതിരയാണെന്ന് തോന്നുന്നു. നമ്മുടെ എപ്പോഴും അത് ചോദിക്കാം, ചേച്ചി എത്ര സ്പൂണാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുക്കിംഗ് പഠിക്കാനുണ്ട് ചേച്ചി, ഷോർട്ട് ഇടാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു സാഹചര്യം അനുകൂലമല്ല മോളെ, അതുകൊണ്ടാണ് ഷോർട്ട് ഇടാത്തത്, അല്ലെങ്കിൽ ഇട്ടേനെ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഇനി ഇപ്പോൾ എൻ്റെ കടലെന്ന് തൊട്ടെ കടുക് താളിക്കലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നിൽക്കണേ. അപ്പോൾ ഈ കടുക് താളിക്കുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി എണ്ണ, കടുക്, കുറച്ച് തേങ്ങാക്കൊത്ത് ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ കടലക്കറിയുടെ കൂടെ ഈ തേങ്ങാക്കൊത്ത് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ഉള്ളി ഒരു 4-5 ഉള്ളിയൊക്കെ അരിഞ്ഞിടാം കേട്ടോ. അത്യാവശ്യം ഉള്ളി ഇടുന്നതാണ് നല്ല ടേസ്റ്റ്. തേങ്ങാക്കൊത്താണ് ഞാൻ ആദ്യം ഇട്ടത്. ആ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഉള്ളിയും കൂടി ഇട്ടു. അത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് തന്നെ. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാൻ, വറ്റൽമുളക് കൊണ്ടുപോയി 2 ഒടിച്ചിടാൻ. വറ്റൽമുളക് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്കിത് കടലക്കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കടലക്കറി. നമ്മുടെ ഫോണിൻ്റെ ഗുണം കൊണ്ട് ഇച്ചിരി ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനേക്കാളും ഡാർക്ക് കളറിലാണ് നമുക്കിത് കിട്ടുക കേട്ടോ. നമ്മുടെ ഫോൺ അങ്ങനെയാണ് മക്കളെ, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കങ്ങനെ ചില ഇപ്പോഴത്തെ ഫോണെല്ലാം അങ്ങനെയാണല്ലോ. ഒറിജിനൽ കളർ കിട്ടുന്ന ഫോൺ വളരെ കുറവാണ്, അല്ലെങ്കിൽ അതുപോലെ പൈസ കൊടുത്ത് ഫോൺ വാങ്ങണം. നമ്മുടെ കയ്യിൽ അങ്ങനെയില്ല. അപ്പോൾ അതുകൊണ്ട് കളർ ഇച്ചിരി മാറ്റം ഉണ്ടാകും. എന്നാലും കുറച്ചുകൂടി ബ്രൗൺ കളറിലാണ് കടലക്കറി കിട്ടുക കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിനുള്ള അപ്പവും കടലക്കറിയും എടുക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഏറ്റവും മുകളിലുള്ള 2 അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കണം അപ്പം അത്ര അതല്ലോ. അപ്പോൾ അതിന് നല്ലത് നോക്കി എടുത്ത് കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കടല. നന്നായിട്ട് കുറുകിയലിരിക്കണേന്ന് നോക്കിയാൽ നമ്മൾ തേങ്ങ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കടുക് താളിക്കാൻ നേരത്ത് ചേർക്കണേ ഉള്ളൂ, അല്ലാണ്ട് അരച്ചൊന്നും ചേർത്തിട്ടില്ല. അതെന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു ഫ്ലേവറിന് ചേർക്കണം കേട്ടോ തേങ്ങ. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടമില്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് ചേർത്ത ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ കടലക്കറിയും ചായയും അവിടെ റെഡിയായി. അത് കഴിഞ്ഞിട്ട് ചൂടെടുക്കണം മക്കളെ. ഫാൻ ഓഫാക്കിയിട്ടിട്ട് റെക്കോർഡ് ചെയ്യണേ. ഇവിടെ വേർത്തൊഴിക്കൊണ്ടിരിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സൗണ്ടൊക്കെ കേൾക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കഞ്ഞി അടുപ്പത്ത് ഇടാനായിട്ടുള്ള വിറക് തികയല്ല. ഒരു 2 കഷ്ണം ഇന്നലെ കത്തിച്ചതിൻ്റെ ബാലൻസ് ആയിരിക്കണേ. അപ്പോൾ കഞ്ഞി തെർമോ കുക്കറിനകത്ത് ഇടാമെന്ന് വെച്ചു. അപ്പോൾ അച്ചുകൂട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അച്ചുകൂട്ടൻ ഇന്നലെ അപ്പി ഫിസ്സില്ലേ, ആപ്പിൾ ഫിസ്സോ ആ സംഭവം വാങ്ങിച്ചു കൊടുത്തതിൻ്റെ കുപ്പിയാണ് കേട്ടോ. അച്ചു ഫ്രിഡ്ജ് കയറ്റി വെച്ചേക്കോ. ഞങ്ങളുടെയൊക്കെ കുടിച്ച് അച്ചുകൂട്ടൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. ഇവിടെ ഇനിയിപ്പോൾ ഇന്നാണ് അച്ചുകൂട്ടൻ കുടിക്കണം കേട്ടോ. അതായത് ധ്യാനൂട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ധ്യാനൂട്ടൻ്റെ തല കണ്ടില്ല, അതായത് ഇങ്ങനെ നരയ്ക്കണം. കഴിഞ്ഞ ദിവസം ഹോമിയോ പോയി മരുന്ന് മേടിച്ചുകൊണ്ട് വന്നേക്കണം കേട്ടോ. ഒത്തിരി നരച്ചു അവൻ്റെ.
ചിലവർക്ക് അങ്ങനെ ഉണ്ടാവും പിള്ളേർക്കെന്ന് പറയണ കേൾക്കാം. പക്ഷെ എന്തായാലും നമുക്ക് പിള്ളേർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കാണുമ്പോൾ ഒരു വിഷമമല്ലേ. ഹോമിയോ മരുന്നിന് തന്നെ വിലയാണ് അതിനും. എന്തായാലും പിന്നോട്ടം കൊണ്ടുപോയിട്ടുണ്ട്, മാറി കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മുറ്റടിക്കാൻ ഇറങ്ങിയതാണ്. മുറ്റടിക്കാൻ ഇറങ്ങിയപ്പം ഞാനൊരു സംഭവം നട്ടിട്ടുണ്ട്. വലുതായി വരുവാണെങ്കിൽ, നന്നായിട്ട് വരുവാണെങ്കിൽ മാത്രം പറയാം. അപ്പോൾ അതിനൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുവാണ് കേട്ടോ. അച്ചുകൂട്ടൻ നമ്മുടെ പുറകെ ഉണ്ട്, ഓരോരോ കുസൃതിയും പറഞ്ഞുകൊണ്ട്. അച്ചുകൂട്ടൻ്റെ സൈക്കിൾ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ധ്യാനൂട്ടൻ്റെ സൈക്കിൾ ഉന്തിക്കൊണ്ട് നടക്കുക എന്നുള്ളതാണ് അച്ചുകൂട്ടൻ്റെ ഇഷ്ടം. അങ്ങനെയുള്ള അവനവന് സ്വന്തമായിട്ടുള്ളത് എത്ര നല്ലതെന്ന് പറഞ്ഞാലും ചിലപ്പം പിള്ളേർക്ക് മറ്റുള്ളവരുടെ ചേട്ടൻപുള്ളിയുടെ ഒക്കെ ഇടാനാണ് ഇഷ്ടം. അതുപോലെ തന്നെ ഉടുപ്പിൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ. അച്ചുവിന് ചേട്ടായിയുടെ പാൻ്റൊക്കെ ഓർണം കാണുമ്പോൾ അമ്മ അതെനിക്ക് എനിക്ക് തരാമോ എന്നൊക്കെ ചോദിക്കും. അച്ചുവിന് എത്തിയല്ല എന്ന് പറഞ്ഞാൽ അത് സാരമില്ലെന്നേ, അമ്മ അത് ശരിയാക്കി തന്നാൽ മതി എന്ന് പറയും. അങ്ങനെയാണ് അച്ചുകൂട്ടൻ. അപ്പോൾ അച്ചുകൂട്ടൻ അവിടെ വണ്ടി തുള്ളിക്കൊണ്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കയറി വന്നിട്ട് ഇതിൻ്റെ ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടു, തുണി അലക്കാനുള്ളത് അലക്കാനിട്ടു. എന്നിട്ട് വീടൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കുവാണ് കേട്ടോ. അപ്പോളേ നമ്മുടെ നൈറ്റിയുടെ സെയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയ്ക്ക് അത് ശരിക്കും പറഞ്ഞ് പറയാൻ വിട്ടുപോകണമാണ്. നൈറ്റി, ഫ്രോക്ക് നൈറ്റിയും സാധാരണ നൈറ്റിയും ഒക്കെ ഉണ്ട്. ഫ്രോക്ക് നൈറ്റി ആണെങ്കിൽ നമുക്ക് എന്നാ പറയണേ, വീനെക്കിലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷൻ മാത്രം ഇപ്പം ചെയ്യണില്ല, കാരണം നമുക്ക് അതിനുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല. എന്നാന്ന് വെച്ചാൽ അതിന് ചെയ്യുമ്പോൾ അതിന് ഒത്തിരി തുണി മെറ്റീരിയൽ എടുത്ത് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽ എടുത്ത് വെക്കാനുള്ള സാഹചര്യം നമുക്ക് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് മിക്സ് ആൻഡ് മാച്ച് മാത്രം ഇപ്പം ചെയ്യണില്ല. ഭാവിയിലുണ്ടാവും, കുറച്ച് നേരം ഒന്ന് ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് മെഷീനൊക്കെ ഒന്ന് വന്നിട്ട്. പിന്നെ കുർത്തിയായിട്ടും തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെയും തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ ആദ്യം തന്നെ മെസ്സേജ് എഴുതി വിടാൻ നോക്കാം കേട്ടോ. മിക്കവാറും വീഡിയോ ഒക്കെ റെക്കോർഡിങ്ങും കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോഴായിരിക്കും ഓർക്കണം, ദൈവമേ ഇത് പറഞ്ഞില്ലല്ലോ എന്ന്. അത് കഴിഞ്ഞ് അച്ചുകൂട്ടൻ നല്ല കലിപ്പിലാണ് കേട്ടോ. ചേട്ടായിയും അനിയനും കൂടെ തമ്മിൽ വഴക്കം ഉണ്ടാക്കണ ഭാഗമാണ് ഈ കാണുന്നത്. എന്തെങ്കിലും കണ്ടില്ലേ, എന്തെങ്കിലും ഇതൊന്ന് തോണ്ടും. അച്ചുകൂട്ടൻ അത് ഇഷ്ടപ്പെടുകയല്ല. ധ്യാനൂട്ടനാണെങ്കിൽ അവൻ്റെ ഉടുപ്പുകളൊക്കെ ഒന്ന് മടക്കി വെക്കുവാണ് കേട്ടോ. പിന്നെ തോണ്ടലും പിടുത്തവും അങ്ങോട്ടും അടിയും പിടുത്തവും എല്ലാം ആയി, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് മക്കളുടെ കാര്യം. ഇപ്പം മക്കളുള്ളിടത്ത് എല്ലായിടത്തും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് കരുതുന്നു. ഇവിടെയും ഒരു കുറവുമില്ല, വഴക്കും മക്കാണത്തിനും രണ്ടുപേരും കട്ടക്കി നിൽക്കും കേട്ടോ. അച്ചുകൂട്ടനും വിട്ടുപിടിക്കില്ല, ധ്യാനൂട്ടനും വിട്ടുപിടിക്കില്ല. അപ്പോളേ ഇന്നത്തെ ഈ വീഡിയോ മിക്കവാറും നമ്മുടെ പഴയ ചാനലായിരിക്കും വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് യൂട്യൂബിൽ നിന്ന് വലിയതായിട്ട് വരുമാനമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ കൊളാബറേഷൻ വെച്ചിട്ടാണ് നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വീട്ടിലേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മറ്റേ ചാനലിൽ നിന്നാണെന്ന് നമുക്കത് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ചാനലിൽ വീഡിയോ ഇടാണ്ട് വന്നപ്പോഴത്തേക്കും അതൊക്കെ കുറച്ച് സ്റ്റക്കായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് വീണ്ടെടുക്കണം, എങ്കിലേ നമ്മുടെ മക്കളുടെ കാര്യങ്ങളും എല്ലാം അതിനകത്തുനിന്ന് കടന്നു പോയിക്കൊണ്ടിരുന്നതാണ്. യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം വരുമാനം ആവുകയാണെങ്കിൽ നമുക്ക് ഈ കൊളാബൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ അതുവരെ നമുക്കൊന്ന് പിടിച്ച് നിൽക്കണമെങ്കിൽ അത് കൂടിയേ തീരും. അതുകൊണ്ട് ഈ വീഡിയോ അപ്പുറത്തെ ചാനലിലായിരിക്കും. ഇടയ്ക്ക് ഓരോ വീഡിയോ അങ്ങോട്ടേക്കും തള്ളിയിടും ഇനി കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ സുന്ദരി പൂച്ച എന്തിനെ പിടിക്കാനായിട്ടുള്ള തത്രപ്പാടാണ്. പട്ടിയുടെ കുര കേട്ട് ഞാൻ നോക്കിയത് വല്ല പാമ്പാണോ എന്ന് ഓർത്ത്, പക്ഷേ അത് പാമ്പല്ലായിരുന്നു. അവൾ അവിടെ എന്തോ പിടിച്ച് തിന്നാനായിട്ട് നോക്കണ ശ്രമമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കറി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതായിരുന്നു കൂർക്ക ചാറ് വെക്കുവാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അച്ചുകൂട്ടൻ വീണ്ടും അലമ്പുണ്ടാക്കുന്നുണ്ട്. അച്ചുകൂട്ടൻ ഓരോന്ന് കുസൃതിയും കാണിച്ചുകൊണ്ട് അതിനോടും പറഞ്ഞുകൊണ്ടാണ് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂർക്കക്കറി നമ്മൾ ചാനലിൽ കാണിച്ചിട്ടുള്ള കൂർക്ക മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിക്കും. അതിനകത്തേക്ക് തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ അരച്ചിട്ട് ചേർക്കും. പിന്നെ കടുക് തളിക്കും. ഇത്രേ ഉള്ളൂ കൂർക്കക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മീനും വറുത്ത് കൂർക്കയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ കറിയായി. അപ്പോൾ അന്നേരം നോക്കിയപ്പോഴാണ് കറിവേപ്പില ഇല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിവേപ്പില എടുക്കാൻ പോണ പോക്കാണ് കേട്ടോ. ഇപ്പോൾ കറിവേപ്പ് ഒരുപാട് അങ്ങ് പൊങ്ങിപ്പോയി. ഇപ്പോൾ 2 പേര് വേണം, ഒരാൾ ചാച്ചും പിടിക്കണം, ഒരാൾ ഒടിച്ചെടുക്കാനും വേണം. അപ്പോൾ ഞാൻ തന്നെ എടുക്കാൻ വന്ന ദിവസം ഇങ്ങനെ നമ്മുടെ തൈകൾ ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ തൈ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അങ്ങനെയാണ് എടുക്കണേ കേട്ടോ. ആരെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ മുകളിൽ നിന്ന് ഇപ്പോൾ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കറിവേപ്പ് നമ്മൾ തന്നെ വളച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോയിന്ന് വരും ചിലപ്പം. വെറുതെ ഇതിനെ ഒടിച്ച് കളയണം അല്ലേ. അപ്പോൾ അങ്ങനെ കറിവേപ്പിലയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങ് പോന്നു. അത് കഴിഞ്ഞ് പതിവ് പോലെ തന്നെ കുറേയേറെ പാത്രം കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കുവാണ്. അത് കഴിഞ്ഞ് വീട് തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട് തുടച്ചു. പിന്നെ മീൻ കറി വറക്കാനുള്ളത് എടുത്ത് വെച്ചു. അതൊക്കെ എടുത്ത് മുളക് തിരുമ്മി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും വറുത്താൽ മതി. അപ്പോൾ പെര തുടയ്ക്കാനായിരുന്നു, തുടച്ച് പറക്കിയിട്ടു. അപ്പോൾ അങ്ങനെ ഉച്ച വരെയുള്ള നല്ല പണികൾ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം പിന്നോട്ടം ടൗണിൽ പോകാമെന്ന് പറഞ്ഞു. അത്യാവശ്യം അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞ് പോണ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ക്രിസ്റ്റലിലാണ് ഞങ്ങൾ പോയത്.
അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, പോണ വഴിക്കുള്ള വീഡിയോസൊക്കെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ആർക്കും ഇഷ്ടമല്ലാത്തതാണ് നമ്മളങ്ങനെ മാക്സിമം എടുത്തില്ല. അപ്പോൾ ദേ അച്ചുക്കുട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്, ഞാനിവിടെ ഇരിപ്പുണ്ട്, ധ്യാനൂട്ടൻ എന്താ ഫ്രണ്ടിലിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്രിസ്റ്റലിൽ പോയി ഒരു മാസത്തേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്